ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കൊമിക് റീൽസ്. സോ മാർവൽ സ്റ്റുഡിയോസ് ഇപ്പോൾ കറക്റ്റായി എല്ലാം സെറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് 2026 പോയപ്പോൾ വൈബ് ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. മാർവലിൻ്റെ ഹൈപ്പ് ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ ലാസ്റ്റ് ഫീൽ ചെയ്ത് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമിൻ്റെ ടൈമിലാണ്. ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഫാൻസിന് എന്താണ് ആക്ച്വലി വേണ്ടതെന്ന് മാർവൽ ഫൈനലി മനസ്സിലാക്കി. സ്ട്രോങ് ക്യാരക്ടേഴ്സ്, ഇമോഷണൽ സ്റ്റോറി, പിന്നെ ഒരു മൂവി ദാറ്റ് ജസ്റ്റ് വർക്കല്ല, ഒരു എറ ഡിഫൈൻ ചെയ്യുന്ന മൂവി. അവഞ്ചേഴ്സ് ഡൂംസ് സിംപ്ലി ഒരു അവഞ്ചേഴ്സ് പടമല്ല, ഇത് മേക്ക് ഓർ ബ്രേക്ക് മൂവ്മെൻ്റ് ആണ്. പല ഫാൻസിനും വേണ്ടി ഈ മൂവി ഗ്രേറ്റ് ലെവലിൽ നിന്നാൽ പോരാ, അതൊരു ഫിനോമിനൽ മൂവി ആകണം. മാർവൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ കമൻറ്റ്സ്, വീഡിയോസ്, ക്രിറ്റിസിസം ഒക്കെ കാണണം. ഫേസ് 4 ശേഷം ഫാൻസ് ഡിസപ്പോയിൻമെൻറ്റ് അവർ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേക്സ് വളരെ ഹൈ ആണ്. ഈ മൂവി ആവറേജ് ആകാൻ ചാൻസ് ഇല്ല. ബട്ട് ഇപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് കണ്ടപ്പോൾ തന്നെ ഹൈപ്പ് ഇൻഫിനിറ്റി വാർ ലെവലിലേക്ക് വരുന്നു. മൂവിന് ഇനി ഒരു വർഷം ദൂരം ഉണ്ടെങ്കിലും ഈ ജേർണിയിൽ മാർവലിന് ബിഗ്ഗസ്റ്റ് ചലഞ്ച് ബിൽഡപ്പാണ്. എക്സ്പെഷ്യലി ഡോക്ടർ ഡൂമിൻ്റെ കേസിൽ താനോസ് പോലൊരു ലോങ് ബിൽഡപ്പ് ഡൂമിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലരും പറഞ്ഞു ഇവിടെ ഡൂം പെട്ടെന്ന് വന്നു. ബട്ട് റൂസോ ബ്രദേഴ്സ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ക്ലിയർ ആകുന്നത്. അവർ യൂസ് ചെയ്യുന്ന ഒരു ടോട്ടലി ന്യൂ മാർക്കറ്റിംഗ് അപ്രോച്ചാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ടീസർ ക്ലിപ്സ് സിമ്പിൾ ടീസേഴ്സ് അല്ല, അത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് പോലെ ഫീൽ ചെയ്യുന്നതാണ്. ഈ സ്മോൾ ക്ലിപ്സ് സ്ലോലി ഹൈപ്പും ഇമോഷണൽ കണക്ഷൻസും ബിൽഡ് ചെയ്യുന്നു. എക്സ്മെൻ ടീസർ ലീക്ക് തന്നെ പ്രൂഫാണ്. സൈക്ലോപ്സിൻ്റെ 2 സെക്കൻഡ് ക്ലിപ്പ് മാത്രം കണ്ടപ്പോൾ തന്നെ ഫാൻസ് ഫുൾ എക്സ്പ്ലോർഡായി. അതിൻ്റെ കൂടെ പാട്രിക് സ്റ്റീവാർട്ട്, ഇയാൻ മെക്കലൻ, ജെയിംസ് മാസ്ഡൻ, ഹ്യൂഗ് ജാക്ക്മാൻ, ടോബി മേക്കർ, വെസ്ലി സ്നൈപ്സ് പോലെ ലെജൻഡ്സ് റിട്ടേൺ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ബിൽഡപ്പ് ജസ്റ്റ് MCU നിന്ന് മാറി ബ്ലേഡ് 1998 വരെ റീച്ച് ചെയ്യുന്നു. ഇതൊരു സിംഗിൾ മൂവി ഹൈപ്പല്ല, ഇത് ഡെക്കേഡ്സ് ഓഫ് മാർവൽ ഹിസ്റ്ററി കൊളൈഡ് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ്. ബട്ട് റിയൽ മാജിക് വരുന്നത് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ്. സ്റ്റീവ് റോജേഴ്സ് റിട്ടേൺ ചെയ്യുന്നത് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് മാത്രമല്ല, ഒരു ഹസ്ബൻഡും ഫാദറുമായിട്ടാണ്. അതുകൊണ്ട് സ്റ്റേക്സ് മൾട്ടിവേഴ്സിനേക്കാൾ വലുതാവുന്നു. തോറിൻ്റെ പോർട്ടൽ വേറെ ലെവലാണ്. ലവ് ആൻഡ് തണ്ടറിലെ കോമഡി വൈബല്ല, പകരം മെച്ചുർ ബാറ്റിൽ സ്കാർഡ് ഫാദർ ഫിഗറായി തോർ തിരിച്ചു വരുന്നു. ഓടിനോടുള്ള തോറിൻ്റെ പ്രയർ വളരെ പോയറ്റിക്കാണ്. ക്യാരക്ടർ ഗ്രോത്ത് ഫുൾ റിഫ്ലക്ട് ചെയ്യുന്നു. തോർ ഫ്യൂച്ചറിൽ ഓൾ ഫാദർ ലോറിലേക്ക് ഇവോൾവ് ചെയ്യും എന്നൊരു പോസിബിലിറ്റി പോലും കാണണം. എക്സ്മെൻ സൈഡിൽ ചാൾസും എറിക്കും ചെസ് കളിക്കുന്ന സൈലന്റ് മൂവ്മെന്റ് തന്നെ ക്യാരക്ടർ റെസ്പെക്ട് കാണിക്കുന്നു. പിന്നെ സൈക്ലോപ്സിൻ്റെ ഒപ്റ്റിക് ബ്ലാസ്റ്റ് ക്ലിയർ ആയി പറയുന്നു. മാർവൽ ഫൈനലി അദ്ദേഹത്തെ മനസ്സിലാക്കി. ഇതൊക്കെ ട്യൂതർ നോക്കിയ റൂസോ ബ്രദേഴ്സ് സ്റ്റോറി, ക്യാരക്ടേഴ്സ്, സ്പെക്ടിക്കിൾ എല്ലാം പെർഫെക്റ്റ് അലൈൻ ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. 2026 പോകുമ്പോൾ ഇത് ഫാൻസിന് മാർവലിൻ്റെ ലെഗസിക്ക് സൂപ്പർ ഹീറോ സിനിമയ്ക്കും വേണ്ടിയുള്ള ഒരു ലവ് ലെറ്റർ പോലെ ആണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കോഷ്യസ് ആയാലും ഫുൾ ഹൈപ്പ് ആയാലും ഒരു കാര്യം ഷുവറാണ്, മാർവലിന് ഇത്ര പ്രഷർ ഒരു സിംഗിൾ മൂവിയിൽ മുൻപ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ടൈം അവർ ഡെലിവർ ചെയ്യും എന്നൊരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ട്. സോ ഈ പുതിയ അപ്ഡേറ്റ്സ് വേണ്ടി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് റീലോഡ്സ് സ്റ്റേ റീൽ വിത്ത് അസ്.